ഹലോ ഗൈസ്, അപ്പം നമ്മൾ കുറേ നാളായിട്ടുണ്ട് ഹെയർ കെയർ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. അപ്പം മഴയും എൻ്റെ ഇടയിൽ കുറേ തിരക്കായി പെട്ടുപോയി കേട്ടോ. അപ്പം നമ്മളിന്നൊരു ടോണറായിട്ടാണ് കേട്ടോ വന്നേക്കണേ. കാരണം ഞങ്ങൾ ആദ്യം ഒന്ന് വിചാരിച്ചത് ഒരു ഹെയർ പാക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ മിക്സി കംപ്ലൈൻ്റ് ആയിപ്പോയി ഗൈസ്. അപ്പം നമുക്കിന്നൊരു ഹെയർ ടോണർ ചെയ്യാം. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ വേണമെന്ന്. ഞാനതിൽ 2 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ ഒരെണ്ണം മതി കേട്ടോ. പിന്നെ നമ്മുടെ ചെമ്പരത്തി ഇല്ലാത്തൊരു പരിപാടിയില്ല. ചെമ്പരത്തിയുടെ ലീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3-4-5 അല്ല അതിൽ കൂടുതൽ 10-15 എണ്ണം എടുത്തിട്ടുണ്ട്. കൂടുതലായാലും കുഴപ്പമില്ല കേട്ടോ, കുറയാതിരുന്നാൽ മതി. പിന്നെ നമ്മളുടെ തുളസി ഞാൻ രാമതുളസിയാണ് എടുത്തേക്കണേ. ഇത് നമ്മുടെ തലയില ചൊറിച്ചിലൊക്കെ ഉണ്ടാവില്ലേ, മറ്റേ താരനൊക്കെ വന്നു കഴിയുമ്പോൾ ചൊറിച്ചിലൊക്കെ പോകാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ തന്നെ പേൻ ശല്യമൊക്കെ ഉള്ള ആൾക്കാർക്കും നമ്മുടെ സാധാരണ തുളസിയില്ലേ അതൊക്കെ അരച്ച് തേക്കുന്നത് നല്ലതാണ്. വയൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരാം. പിന്നെ നമുക്ക് വേണ്ടത് പനിക്കൂർക്കയാണ്. അതൊരു 3-4-5 എണ്ണം നമ്മൾ എടുക്കുക. പനിക്കൂർക്ക ഒന്നും അധികം എടുക്കരുതേ. ഞാൻ ഏകദേശം ഒരു 1 2 3 4 5 കുഞ്ഞി വലുതായിട്ടൊരു 5 ലീഫാണ് എടുത്തേക്കണം. അപ്പം നമുക്കിതിന് വേണ്ട ടോണറിന് വേണ്ടി നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതിനെ വറ്റിച്ച് ഒരു 1/2 കപ്പാക്കി എടുക്കണം. 1/2 കപ്പ് എന്ന് പറയണില്ല, വറ്റിച്ചെടുക്കുക. വല്ലാണ്ട് കുറേ വെള്ളം നമുക്ക് വേണം. കുറച്ച് വറ്റിച്ചെടുത്താൽ മതി, കാരണം നമ്മൾ സ്കാൽപ്പിലും ഹെയറിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമുക്കിതിലേക്ക് നമ്മുടെ ചായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ചായപ്പൊടി എടുക്കാൻ പോയാണ് ഗൈസ്. നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മളെ എല്ലാ ലീഫും കൂടെ അതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ 1 ടീസ്പൂൺ ആണ് കേട്ടോ ചായപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ നെല്ലിക്ക ഉണ്ടല്ലോ, അത് നമുക്ക് കട്ട് ചെയ്തിടാം ഗൈസ്. കട്ട് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ, കുറച്ച് നല്ലത്. മുറിയുന്നില്ലല്ലോ. നമുക്ക് ഓരോ നെല്ലിക്കയും കട്ട് ചെയ്യാം. നെല്ലിക്കയുടെ ഗുണം എല്ലാവർക്കും അറിയാവുന്നതാണ്. നെല്ലിക്ക ജ്യൂസൊക്കെ കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ, ഹെയർ ഗ്രോത്തിനൊക്കെ. പിന്നെ നെല്ലിക്ക കൊണ്ട് വെളിച്ചെണ്ണ മുറിക്കൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഇത്തിരി കാശ് കൂടി കാരണം അപ്പോൾ ഇത്തിരി നിർത്തി വെച്ചേക്കാണ്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെളിച്ചെണ്ണ മുറുക്കുന്നതാണ്. ഞാനപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറുതായിരുന്നല്ല അതും. ഞാനിപ്പോൾ ചെറുത് അതിൻ്റെ പേരിലാണ് 2 എണ്ണം എടുത്തേക്കണം. അപ്പം ഞാനിത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് തിളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യാം. ഇത് നമ്മളെ യൂസ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം തിളപ്പിച്ച് വെക്കാം കേട്ടോ. ഞാൻ ഇന്നത് മറന്നു പോകും. കാരണം എങ്ങനെയാണ് നമ്മുടെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഓരോ ദിവസം ഓരോരോ കാര്യങ്ങളായിട്ട് ബിസി ആയിരുന്നു. അപ്പോൾ കുറച്ചായി. അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് എൻ്റെ ഹെയറിൽ കാണാനുണ്ട് കേട്ടോ. കാരണം മുടി ഒഴിച്ചിലൊക്കെ കൂടിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ക്ലിയറായി വന്നതായിരുന്നു. അപ്പോൾ കുറച്ചായില്ലേ നമ്മളിപ്പോൾ ഹെയർ കെയർ ഒക്കെ ചെയ്തിട്ട്. അപ്പം ഞാൻ ചെയ്യാറുണ്ടായിരുന്നില്ല. ചെയ്യുമ്പോഴാണ് കൂടുതൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുള്ളത്. പക്ഷെ ഇപ്പം കുറച്ചായി, നമ്മൾ കുറച്ച് 2-3 ആഴ്ചകളായിട്ടുണ്ട് ഇപ്പോൾ ഹെയർ കെയർ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അതിൻ്റെ സൈഡ് എഫക്റ്റ് തലയിൽ ഇപ്പോൾ താരനൊക്കെ പോയതൊക്കെ ഇപ്പോൾ തിരിച്ച് വീണ്ടും വന്ന്, പിന്നെ അതുപോലെ തന്നെ ഹെയർ ഫോൾ നല്ലോണം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മളപ്പോൾ ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമുക്കിത് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മളുടെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. നല്ല സൂപ്പർ സ്മെല്ലൊക്കെ വരുന്നത്. തുളസിയുടെയും പനിക്കൂർക്കരൊക്കെ നല്ല മണമുണ്ടല്ലോ. രാമതുളസിയാന്ന് പറഞ്ഞല്ലോ. അപ്പം നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പം നമുക്കിനി ഇതിനെ സ്റ്റവ് ഓഫ് ചെയ്ത് ഇനൊന്ന് തണുപ്പിക്കാൻ വേണ്ടി വെക്കട്ടെ കേട്ടോ. അത് കുറച്ച് സമയം എടുക്കും ഇനി തണുത്ത് വരാനായിട്ട്. വന്നിട്ട് നമുക്ക് കാണാം. തലേ ദിവസം തിളപ്പിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലത്തെ പണിയൊക്കെ കിട്ടും. അപ്പം ഞാൻ ഇത്തിരി വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളിത് ഇറക്കി വെച്ച് തണുപ്പിക്കാം കേട്ടോ ഗൈസ്. അപ്പം നമുക്കിനി കുറച്ച് സമയം തണുപ്പിക്കാം. ഫ്രിഡ്ജിലാണെങ്കിൽ ഐസ് കട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്കിങ്ങനെ തണുപ്പിച്ചിട്ട് കാണാം കേട്ടോ. നമുക്ക് ഹെയർ ഓയിൽ തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഡ്രൈനെസ് ഉണ്ടാവേ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ടോണറിവിടെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കൈ വെച്ച് നന്നായിട്ട് പിഴിഞ്ഞ് കൊടുക്കട്ടെ. അപ്പോൾ നന്നായി പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. പക്ഷേ നമ്മുടെ മിക്സി കേടായി എന്ന് പറഞ്ഞില്ലേ, ഞാൻ നന്നായി പിഴിഞ്ഞ് കൊടുക്കട്ടെ കേട്ടോ. അപ്പം ഞാനിത് അരിപ്പയിൽ വെച്ച് അരിച്ചെടുക്കുകയാണ് കേട്ടോ. നന്നായി അരിച്ചെടുക്കുകയാണേ. പിന്നെ അതിൻ്റെ നമ്മൾ ടോണർ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ഉണ്ടോ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചില്ലേ പിന്നെ അതിൻ്റെ ചായപ്പൊടിയൊക്കെ നമ്മൾ തലയിലായി പിന്നെ വാഷ് ചെയ്യും ഞാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. ഹെയർ ടോണർ യൂസ് ചെയ്യണതിന് മുമ്പേ നമ്മൾ ഏത് ഹെയർ ഓയിലാണ് യൂസ് ചെയ്യണേ അത് തലയിൽ നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കണേ, അല്ലെങ്കിൽ ഡ്രൈനെസ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഹെയർ ഓയിലൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടോണർ നന്നായിട്ട് സ്കാൽപ്പിൽ നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. ഞാൻ സ്പ്രേ ബോട്ടിൽ എൻ്റെ കയ്യിലില്ല, അപ്പം ഞാൻ കൈ വെച്ച് തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ സ്കാൽപ്പിൽ നന്നായി അപ്ലൈ ചെയ്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നമ്മുടെ ഹെയറിലും അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് സ്കാൽപ്പിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് നല്ല വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം.